2025 കഴിഞ്ഞതാ 2026 സ്റ്റാർട്ടിങ്ങിലേക്ക് നമ്മളും കടന്നിരിക്കുന്നത്. ശരിക്കും നമ്മുടെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്തുള്ള ഫയർ വർക്ക് കാണാമെന്ന് വിചാരിച്ചിട്ട് വെളിയിൽ ഇറങ്ങിയതാണ്. നമ്മൾ ഷാർജയിൽ മജാസിനടുത്താണ് നമുക്ക് ഫയർ വർക്ക് ഉണ്ടായിരുന്നത്. ശരിക്കും വണ്ടി സ്റ്റക്ക് ആയതുകൊണ്ട് നമ്മൾ റോഡിലിരുന്ന് വീഡിയോ എടുത്തു. അതും കുറച്ചേ കിട്ടിയുള്ളൂ. എൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു അവിടെ പോയിട്ട് കാണണമെന്ന്. എന്തായാലും അത് നടക്കാത്തതുകൊണ്ട് നമ്മൾ ക്യാമ്പിംഗ് പ്ലാൻ ചെയ്തു. അങ്ങനെതാ എൻ്റെയും എൻ്റെ ഭാര്യയുടെയും അതുപോലെ തന്നെ എൻ്റെ കൂട്ടുകാരന്മാരുടെയും മെയിൻ കൺസേൺ എന്ന് വെച്ചാൽ നമുക്ക് ആരുമില്ലാത്ത സ്പോട്ടിൽ ക്യാമ്പ് ചെയ്യണം എന്നാണ്. അപ്പോൾ നമ്മളിതാ റാസൽ ഖൈമയിൽ ഒരു ഹിഡൻ ജെമ്മ് കണ്ടെത്തിയിട്ടുണ്ട് ക്യാമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം. ഞങ്ങൾ ഈ ജെം കണ്ടെത്തിയത് അതായത് പാതിരാത്രി 2 മണിക്കാണ് ഞങ്ങളവിടെ റീച്ച് ചെയ്യുന്നത്. അതുകൊണ്ട് രാത്രിയിലെ വീഡിയോസൊന്നും ആർക്കും എടുക്കാനൊരു താല്പര്യമില്ലായിരുന്നു, ഒരു മൂഡും ഇല്ലായിരുന്നു. പെട്ടെന്ന് വന്ന് കിടന്നുറങ്ങണം എന്നായിരുന്നു. കാരണം 2 മണിക്ക് എന്നൊക്കെ പറഞ്ഞാൽ നല്ല തണുപ്പായിരുന്നു റാസൽ ഖൈമയിൽ. ശരിക്കും നമുക്ക് ഒരുപാട് നേരം വെളിയിൽ ഇരിക്കാനേ പറ്റില്ല. ഈവൻ നമ്മൾ ചായയോ ഒന്നും മേക്ക് ചെയ്യാണ്ട് വെളിയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് നേരെ വന്നിട്ടുണ്ടായിരുന്നു. രാത്രി ഈവൻ നമുക്ക് ബാർബിക്യൂ ഉണ്ടാക്കാൻ വരെ കഴിഞ്ഞില്ല. കാരണം അത്രയും തണുപ്പ് ഞങ്ങൾ പ്രതീക്ഷിക്കാത്തതിനേക്കാളും ഒരുപാട് തണുപ്പായിരുന്നു, നല്ല തണുപ്പായിരുന്നു. ഇതാ മോർണിംഗിൽ എണീറ്റ് ഷാമ്പുവായ പുള്ളിയുടെ കലാപരിപാടികൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭാര്യ അടുത്ത് ചോദിച്ച് തണുപ്പുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ അവൾ പറയാണ് 3 ജാക്കറ്റ്സ് എല്ലാം ഇട്ട് വന്നിട്ട് അവൾ പറയുകയാണ് തീരെ തണുപ്പില്ലാന്ന്. കാരണം നല്ല തണുപ്പായിരുന്നു. 6 മണിക്ക് അവൾ എണീറ്റപ്പോൾ ഞാൻ പറഞ്ഞു കിടന്നുറങ്ങിക്കോ, എണീക്കണ്ട, വെളിയിൽ ഇറങ്ങി കഴിഞ്ഞാൽ നല്ല തണുപ്പാണ്, മഞ്ഞ് കൊണ്ടിട്ട് പനി വരാൻ ചാൻസ് ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ അവളെ കിടത്തി ഉറക്കി. പിന്നെ ഞങ്ങൾ ഈ കലാപരിപാടികളൊക്കെ 8 മണിക്കാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിനിടയിൽ നമ്മുടെ ഷാമ്പായി അവിടെ ഷെഫല്ലേ, മെയിൻ ഷെഫ്, എന്ത് പരിപാടി നമ്മൾ മേക്ക് ചെയ്താലും പുള്ളിയായിരിക്കും അതിലെ മെയിൻ ഷെഫ് കേട്ടോ. പുള്ളി കുക്കിങ്ങിൽ മിടുക്കനാണ്. ഈവൻ അതിൻ്റെ ടേസ്റ്റും ചിക്കൻ്റെ ടേസ്റ്റും സോസേജിൻ്റെ ടേസ്റ്റും അതൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ പുള്ളി ഉണ്ടാക്കുന്നത്. എനിവേ നമ്മൾ പഴയ പോലെ ഒരുപാട് ഡിഷസൊന്നും ഉണ്ടാക്കിയിട്ടില്ലെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. കുറച്ചുണ്ടാക്കി എല്ലാവരും ഫുള്ളായിരുന്നു. ഇന്നലെ രാത്രി തന്നെ നല്ല വയറ് നിറച്ച് കഴിച്ചുകൊണ്ട് ആർക്കും വലിയ മൂഡൊന്നും ഇല്ലായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട്. ഉള്ളത് വെച്ചിട്ട് കഴിച്ച് നമ്മളതുപോലെ കുറച്ചവിടെ കറങ്ങി കളിച്ച് നടന്ന് പഴയ നൊസ്റ്റാൾജിയൊക്കെ വെച്ചിട്ട് ആ മണ്ണിലൂടെ നമ്മൾ ചെരുപ്പിടാണ്ട് നടന്നിട്ട് ശരിക്കും ആ മണൽ നല്ല തണുപ്പായിരുന്നു. അതിൻ്റെ ഇൻസൈഡ് ആ മണൽ ഭയങ്കര തണുപ്പായിരുന്നു. അങ്ങനെ ഞാൻ ഷാമ്പായിനെടുത്ത് മണലിൽ ഉരുട്ടിയിട്ടിട്ട് കളിച്ചിട്ടോ. നല്ല രസമായിരുന്നു ഈ ഒരു വൈബ്, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ബൈ. അപ്പം ഹാപ്പി ന്യൂ ഇയർ.